പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരള PSCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളെക്കുറിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ അപ്ഡേറ്റുകളെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജോലികളെക്കുറിച്ചും അതുപോലെ തന്നെ കേരള PSCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ വാർത്തയിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. 1.5 വർഷത്തിനകം കേന്ദ്ര സർവീസിലേക്ക് 10 ലക്ഷം ജോലി എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഒന്നാമത്തെ വാർത്തയായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് വേറെ ഒന്നുമല്ല, 1.5 വർഷത്തിനകത്ത് ഒരുപാട് ഒഴിവുകൾ നമ്മുടെ കേന്ദ്ര സർവീസിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ അവരൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര സർവീസിലേക്കുള്ള ഒഴിവുകൾ 2020 മാർച്ച് 1 വരെയുള്ള കണക്കനുസരിച്ചാണ്. ആകെ തസ്തികകൾ എന്ന് പറയുന്നത് 40 ലക്ഷം തസ്തികകളാണ് നമുക്കിപ്പോൾ നിലവിലെ കേന്ദ്ര സർവീസിലേക്കുള്ളത്. അതിലേക്ക് നിലവിലുള്ള ജീവനക്കാരെന്ന് പറയുമ്പോഴത്തേക്കും 31 ലക്ഷം ജീവനക്കാരാണ് നിലവിലുള്ളത്. അതിലേക്ക് ഒഴിവുകൾ വന്നിട്ടുള്ളത് 8.72 ലക്ഷം ഒഴിവുകളാണ് നമുക്കിപ്പോൾ കേന്ദ്ര സർവീസിലേക്ക് നിലവിൽ ഇപ്പോൾ കാണാനായിട്ടുള്ളത്, അല്ലെങ്കിൽ നിലവിലിപ്പോൾ ഉള്ളത് 8.72 ലക്ഷം ഒഴിവുകളാണ്. അപ്പോൾ കേരള PSCയുടെ ജോലി അല്ലെങ്കിൽ അതിലേക്ക് പഠിക്കുന്നവർ നിങ്ങൾ എന്ത് ചെയ്യുക, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോലികൾ കൂടി നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഒഴിവുകൾ, നിങ്ങളുടെ വേക്കൻസികൾ അനുസരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, SSC പോലുള്ള പോർട്ടൽ വഴി നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വന്നിട്ടുള്ളത് പ്രതിരോധ വിഭാഗത്തിൽ അല്ലെങ്കിൽ ഡിഫൻസിലേക്കാണെന്ന് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഇതിനകത്ത് കാണാനായിട്ട് കഴിയും. പ്രധാന വകുപ്പുകളിലെയും അതുപോലെ തന്നെ വകുപ്പുകളിലെ ഒഴിവുകളെന്ന് പറഞ്ഞിട്ട് ഇതിനകത്തൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് കാണാനായിട്ട് കഴിയും നമുക്ക് നിലവിലിപ്പോൾ പ്രതിരോധത്തിനാണെങ്കിൽ നിലവിലുള്ള ഒഴിവുകളെന്ന് പറയുന്നത് കണ്ടില്ലേ നിങ്ങൾ, 2,47,000 ഒഴിവുകളാണ് നിലവിലിപ്പോൾ പ്രതിരോധം അല്ലെങ്കിൽ ഡിഫൻസിലേക്ക് നമുക്ക് കാണാനായിട്ട് കഴിയുക. റെയിൽവേക്കാണെങ്കിൽ അത് 2,37,000 ഒഴിവുകളാണുള്ളത്. ആഭ്യന്തരം അല്ലെങ്കിൽ നമ്മുടെ ഹോം അഫയേഴ്സ് ആണെങ്കിൽ അതിനകത്ത് 1,28,000 ഒഴിവുകളാണ് നമ്മുടെ ആഭ്യന്തര വിഭാഗത്തിനകത്തുള്ളത്. തപാൽ വിഭാഗത്തിലാണെങ്കിൽ നമുക്ക് 90,000 ഒഴിവുകളാണുള്ളത്. അതുപോലെ തന്നെ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സിലേക്കാണെങ്കിൽ നമുക്കിപ്പോൾ 23,000 ഒഴിവുകളാണ് നമുക്കിപ്പോൾ കേന്ദ്ര സർവീസിലേക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുകൊണ്ടുള്ള ഒഴിവുകൾ അല്ലെങ്കിൽ പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ കേരള PSC പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാളും ഒരുപാട് കൂടി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജോലി തന്നെയാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒഴിവുകൾ അല്ലെങ്കിൽ ജോലികൾ. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ജൂനിയർ ക്ലർക്കിൻ്റെ പരീക്ഷ റദ്ദാക്കി എന്ന് പറയുന്നൊരു വാർത്തയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ പുതിയ പരീക്ഷ ജൂലൈ 23 എന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞതാണ്, നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാം കഴിഞ്ഞ ഉടൻ തന്നെ അതിൻ്റെ അല്ലെങ്കിൽ എക്സാം കഴിയുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ അതിനകത്ത് ആ ഒരു ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുകയും അതുവഴി ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്നുള്ള കാര്യം പുറത്താവുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൽ മാർച്ച് 27 നടത്തിയ ജൂനിയർ ക്ലർക്ക് പരീക്ഷ ആണ് ഇപ്പോൾ റദ്ദാക്കിയിട്ടുള്ളത്. ചോദ്യപേപ്പർ ചോർന്നതായിട്ട് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പരീക്ഷ റദ്ദാക്കിയത്. പുതിയ പരീക്ഷ ജൂലൈ 23 നടക്കുമെന്ന് പറയുന്നുണ്ട്. ഹാൾ ടിക്കറ്റ് ജൂലൈ 27 മുൻപായിട്ട് അയച്ചു തുടങ്ങും. അപ്പോൾ ഹാൾ ടിക്കറ്റ് ലഭിക്കാത്തവർക്ക് 15 മുൻപ് തന്നെ എന്ത് ചെയ്യാം, സഹകരണ സർവീസ് പരീക്ഷാ ബോർഡുകളുമായി ബന്ധപ്പെടുത്തിയിട്ട് ഹാൾ ടിക്കറ്റ് വാങ്ങിക്കാൻ കഴിയുന്നതാണ്. പരീക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യൂട്യൂബ് ചാനലിൽ ചോദ്യവും ഉത്തരവും വീഡിയോ രൂപത്തിൽ വന്നു എന്നതായിരുന്നു പരാതിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതെന്ത് ചെയ്തു, തെളിയുകയും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ജൂനിയർ ക്ലർക്കിൻ്റെ പരീക്ഷ റദ്ദാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും അറിഞ്ഞാണ് ദേവസ്വം LDCയുടെ പരീക്ഷ അല്ലേ. അപ്പോൾ ദേവസ്വം LDC ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അപേക്ഷിക്കാനുള്ളത് ജൂൺ 30 വരെ നമുക്ക് അപേക്ഷിക്കാനുള്ള സമയം നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള LD ക്ലർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർ തസ്തികയിലേക്കാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി വന്നിട്ടുള്ളത്. ജൂൺ 30 വരെയാണ്. തസ്തികയിലേക്ക് 69,741 പേര് ഇതുവരെ നിലവിലിപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞതാണ് IRBയുടെ കമാൻഡോ ടെസ്റ്റ് അല്ലേ. അപ്പോൾ IRBയുടെ കമാൻഡോ ടെസ്റ്റ് ജൂലൈ 5 മുതൽ വരുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു മെഡിക്കൽ ഫോമിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ടെലഗ്രാം ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫോം ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. IRBയുടെ കമാൻഡോ ടെസ്റ്റ് ജൂലൈ 5 മുതൽ അല്ലെങ്കിൽ ജൂലൈ 5 മുതലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ അല്ലെങ്കിൽ കമാൻഡോ വിഭാഗത്തിൻ്റെ പോലീസ് കോൺസ്റ്റബിളിലേക്കുള്ള അപേക്ഷകരുടെ എൻഡുറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് 5 കിലോമീറ്റർ ദൂരം 25 മിനിറ്റിൽ ഓടിയെത്തുക എന്ന് പറയുന്നതാണ് എൻഡുറൻസ് ടെസ്റ്റ് കേട്ടോ. എൻഡുറൻസ് ടെസ്റ്റ് 5 കിലോമീറ്റർ 25 മിനിറ്റാണ് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. ഇതൊരു നല്ല ലെങ്തുള്ള ഒരു
എൻഡുറൻസ് ടെസ്റ്റ് ആണിത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫിസിക്കലൊക്കെ വളരെ വ്യക്തമായിട്ട് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ എൻഡുറൻസ് ടെസ്റ്റ് പാസ്സാവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. 5 കിലോമീറ്റർ 25 മിനിറ്റ്. നമ്മൾ സാധാരണ ഈ ഒരു ഡിസ്റ്റൻസ് ഒക്കെ വരുന്നത് നമ്മുടെ ആർമിയിലേക്കുള്ള എൻഡുറൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ ITBP CAPFലേക്കൊക്കെയാണ് ഈ 5 കിലോമീറ്റർ 25 മിനിറ്റ് വരുന്നത്. നിലവിലിപ്പോൾ അത് IRBക്കും 5 കിലോമീറ്റർ 25 മിനിറ്റ് ആണ് കേട്ടോ. അപ്പോൾ ജൂലൈ 5 മുതൽ വിവിധ ജില്ലകളിലേക്ക് നടക്കുമെന്ന് പറയുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുക, പ്രൊഫൈലിൽ അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് ചെക്ക് ചെയ്യുക. പ്രൊഫൈലിൽ നിങ്ങൾക്കുള്ള അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമായിരിക്കും. അപ്പോൾ അത് എന്ത് ചെയ്യുക, ഒറിജിനൽ ID കാർഡ്, ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം എന്ത് ചെയ്യുക, രാവിലെ 5 മണിക്ക് മുമ്പ് തന്നെ നിശ്ചിത സെൻറ്ററുകളിൽ എത്തുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ IRB പുതിയതാണ് കേട്ടോ, 2022 IRBയുടെ കാര്യമാണ് ഇവർ പറയുന്നത്. അപ്പോൾ പുതിയ IRBയിലേക്ക് അപ്ലൈ ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് IRBയുടെ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് വന്നോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യുക. അടുത്ത് പറയുന്നത് ബിവ്കോ, നമ്മുടെ ബിവറേജസ് കോർപ്പറേഷനിലേക്കുള്ള LD ക്ലർക്കിൽ 91 ഒഴിവുകൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വാർത്തയാണ്, ഈ ഒരു 91 ഒഴിവുകൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ ബിവ്കോ LDCയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുണ്ടെങ്കിൽ 91 പേർക്ക് കൂടി നിലവിലിപ്പോൾ നിയമന സാധ്യത ഉണ്ട് എന്നാണ് നമുക്കറിയാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ അഗ്നിപഥ്, നമ്മൾ അറിഞ്ഞതാണ് അഗ്നിപഥ് സേനകളിലേക്ക് 46,000 പേർക്കാണ് നിലവിലിപ്പോൾ അവസരം, അല്ലെങ്കിൽ 46,000 പേരുടെ ഒഴിവുകളാണ് നിലവിലിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ 4 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 4 വർഷത്തെ സേവനമാണ് ഇപ്പോൾ അഗ്നിപഥ് കാഴ്ചവെക്കുന്നതിൽ. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നതാണ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പല പ്രശ്നങ്ങൾ, അഗ്നിപഥിൻ്റെ പേരിലുള്ള പല പ്രശ്നങ്ങൾ, അവർക്ക് കൊടുക്കുന്ന ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഈ ഒരു ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്. അതിൽ ഈ ഒരു 46,000 പേർക്ക് അവസരം കൊടുക്കുന്നതിൽ വെറും 25% പേർക്ക് മാത്രമാണ് സ്ഥിര നിയമനം കൊടുക്കാനുള്ള സാധ്യതയുള്ളത് എന്നാണ് പറയുന്നത്. സ്ത്രീകൾക്കും എന്തുണ്ട്, ഈ ഒരു ഇതിലേക്ക് അവസരമുണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ശമ്പളത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ ശമ്പള സ്കെയിലിൻ്റെ കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ ശമ്പള പാക്കേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ടേബിൾ കണ്ടല്ലോ, ഇതാണ് അവരുടെ ശമ്പള പാക്കേജ് എന്ന് പറയുന്നത്. 1-ാം വർഷം കൊടുക്കുന്നത് 30,000 രൂപയാണ്. അതിൽ കയ്യിൽ കിട്ടുന്നത് 21,000 രൂപയാണ്. അത് സേവാനിധിയിലേക്ക് 9,000 രൂപ പോകും. അതിൽ മാത്രം നമ്മൾ ഈ സേവാനിധിയിലേക്ക് പോകുന്ന അത്രയും എമൗണ്ട് എന്ത് ചെയ്യുന്നു, കേന്ദ്ര സർക്കാർ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടുന്നു. പോരാത്തതിന് ഈ ഇടുന്ന പൈസ എല്ലാം കൂടി ഒരുമിച്ച് എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ഈ ഒരുമിച്ച് ഇടുന്ന പൈസ പ്ലസ് അതിൻ്റെ പലിശയും കൂടി നമുക്ക് ഇറങ്ങാൻ നേരത്ത് കിട്ടുന്നു, അല്ലെങ്കിൽ 4 വർഷം തീരുമ്പോഴത്തേക്കും കിട്ടുന്നതാണ് ഈ ഒരു ഈ ഒരു അഗ്നിപഥ് സ്കീമിൻ്റെ ശമ്പളത്തിൻ്റെ ഒരു സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ആദ്യ വർഷം ശമ്പളം എന്ന് പറയുന്നത് 4.76 ലക്ഷം രൂപയാണ്. 4-ാം വർഷം ഇത് 6.92 ലക്ഷം രൂപയായിട്ട് മാറുമെന്ന് പറയുന്നുണ്ട്. സേവനങ്ങളിലെ സ്ഥിര നിയമനത്തിനുള്ള സാധ്യതയാക്കുന്ന അല്ലെങ്കിൽ റിസ്ക് അലവൻസ് പോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഒരു അഗ്നിപഥ് സ്കീമിന് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. 4 വർഷത്തിന് ശേഷം സേവാനിധിയിലേക്കുള്ള മൊത്തം വിഹിതം എന്ന് പറയുന്നത് 10.4 ലക്ഷം രൂപയാവും. 4 വർഷ ഈ ഒരു സേവന കാലാവധിക്ക് ശേഷം ലഭിക്കുന്നത് 11.71 ലക്ഷം രൂപയാണ്. അപ്പോൾ ശമ്പളം നമുക്ക് കിട്ടും, പ്രതിമാസ ശമ്പളം നമുക്ക് കിട്ടും. അതുകൂടാതെ തന്നെ നമുക്ക് ഇറങ്ങാൻ നേരത്തെ എത്ര രൂപ കിട്ടും, 11.71 ലക്ഷം രൂപയും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാധകമായ പലിശ നിരക്കുകളും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. കാര്യം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സേവന നിധിയിലേക്ക് കൊടുക്കുന്ന വിഹിതം പ്ലസ് നമുക്ക് ഇതിനകത്ത് ആ ഒരു എമൗണ്ട് കറക്റ്റായിട്ട് അതേപോലെ തന്നെ സർക്കാരും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടുന്നുണ്ട്. പോരാത്തതിന് ഈ ഒരു സേവന നിധിയിലേക്ക് ഇടുന്ന ആ ഒരു എമൗണ്ടിൻ്റെ എല്ലാത്തിൻ്റെയും പലിശ നിരക്കുകളും കൂടി കൂട്ടിയിട്ടാണ് ടോട്ടൽ നമുക്ക് 11,70,000 രൂപ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ അഗ്നിവീർ സൈനികർക്ക് എന്തില്ല, പെൻഷൻ ഇല്ല. അപ്പോൾ പെൻഷൻ അതുപോലെ റിസർവേഷൻ പോലുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടാണ് അഗ്നിപഥ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അഗ്നിവീർ സൈനികർ എന്ന് പറയുന്ന ഈ ഒരു വിഭാഗം സൈനികർ വരാൻ പോകുന്നത്. അപ്പോൾ അത് ആ ഒരു റിസർവേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇന്നലെ 2 ദിവസത്തിന് മുന്നേ പുതിയൊരു അമെൻമെൻറ്റ് കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് 10% റിസർവേഷൻ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും പുതിയ അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ അഗ്നിപഥുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇനിയും ഉണ്ടാകാൻ തന്നെ സാധ്യതയുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. +2 ലെവൽ പ്രിലിംസിൻ്റെ പരീക്ഷ നമ്മൾ അറിഞ്ഞതാണ്. ഓഗസ്റ്റ് 6-ാം തീയതി മുതലാണ് എന്ത് ചെയ്യുന്നത്, +2 ലെവൽ പ്രിലിംസ് നടക്കാനായിട്ട് പോകുന്നത്. ഓഗസ്റ്റ് 6-ാം തീയതി മുതലാണ്. അപ്പോൾ ഓഗസ്റ്റ് 6, 27, സെപ്റ്റംബർ 17 തീയതികളിലാണ് നിലവിൽ ഇപ്പോൾ എക്സാം നടക്കാനായിട്ട് പോകുന്നത് എന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് കാണാനായിട്ട് കഴിയും, കണ്ടല്ലോ, ഓഗസ്റ്റ് 6, ഓഗസ്റ്റ് 27, അതുപോലെ തന്നെ സെപ്റ്റംബർ 17. ഓഗസ്റ്റ് 6, ഓഗസ്റ്റ് 27, സെപ്റ്റംബർ 17 തീയതികളിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പരീക്ഷ നടത്താനായിട്ട് പോകുന്നത്. ഓരോ പരീക്ഷയിലും നിലവിൽ ഇപ്പോൾ അപേക്ഷകരെന്ന് പറയുന്നത് 1,60,60,000 പേരാണ്.
കേട്ടോ. 1,61,000 പേര് വെച്ചിട്ടാണ് നിലവിലിപ്പോൾ +2 ലെവൽ പ്രിലിംസ് ഓരോ ഫേസും നടത്താനായിട്ട് പോകുന്നത് എന്ന് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത വാർത്ത എന്ന് പറയുന്നത് 10th ലെവൽ പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്ക് വീണ്ടും അവസരം കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 10th ലെവൽ നമ്മുടെ പ്രിലിമിനറി പരീക്ഷയുടെ ആദ്യത്തെ 5 ഘട്ടം മെയ് 15, 28, ജൂൺ 11, 19, ജൂലൈ 2 എന്നീ തീയതികളിൽ എഴുതാൻ കഴിയാതെ പോയവർക്ക് ജൂലൈ 16 വീണ്ടും അവസരം കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കോവിഡ് ബാധിതർ, അതുപോലെ തന്നെ അപകടത്തെ തുടർന്ന് ചികിത്സയിലുള്ളവർ, ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനങ്ങൾ, സർവകലാശാല നടത്തുന്ന പരീക്ഷ ഉണ്ടായിരുന്നവർ, വിവാഹം, പ്രസവം തുടങ്ങിയ കാരണങ്ങളാൽ പരീക്ഷ എഴുതാൻ കഴിയാതെ പോയവർ എന്നിവർക്കാണ് ജൂലൈ 16 നടക്കുന്ന പരീക്ഷയിൽ എഴുതാനുള്ള അവസരം നൽകുന്നതെന്ന് പറയുന്നുണ്ട്. ബന്ധപ്പെട്ട രേഖകൾ അല്ലെങ്കിൽ അഡ്മിഷൻ ടിക്കറ്റുകൾ, മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ, ചികിത്സാ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവ സഹിതം ജൂൺ 24 മുൻപ് എന്ത് ചെയ്യണം? join tec.psc@kerala.government.in എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലേക്ക് എന്ത് ചെയ്യുക? അപേക്ഷ നൽകണം. സംശയമുള്ളവർ എന്ത് ചെയ്യുക? ഈ ഒരു നമ്പറിലേക്ക് കൂടി വിളിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? 10th ലെവൽ പ്രിലിംസ് പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്ക് കൂടി പരീക്ഷ എഴുതാനുള്ള അവസരം കേരള PSC ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ 67 പുതിയ തസ്തികകളിലേക്ക് കൂടി കേരള PSCയുടെ വിജ്ഞാപനം ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് തസ്തികൾ എന്നുള്ള കാര്യം ഞാൻ പുതിയൊരു വീഡിയോയിൽ എന്ത് ചെയ്യാം? വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞുതരാം. എന്തായാലും നിങ്ങൾ ജസ്റ്റ് നോക്കുക. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൽ ഇങ്ങനെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് പ്രൊഫൈൽ ചെക്ക് ചെയ്താൽ മാത്രം മതി. അതിനകത്ത് എന്ത് ചെയ്യാനായിട്ട് കഴിയും? പുതിയ കാറ്റഗറി നമ്പറൊക്കെ കാണുന്ന നേരത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് അതിൻ്റെ അപ്ലൈ നവോ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും 67 പുതിയ തസ്തികകളിലേക്ക് PSCയുടെ വിജ്ഞാപനം വന്നിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് LGS ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരാഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ വാർത്തയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ PSCയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതും കേന്ദ്ര സർവീസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതും വാർത്തകളുമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഉണ്ട് എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ 12th ലെവലിൻ്റെ പ്രിലിംസുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ക്ലാസ്സുകൾ ഇനിയുള്ള ദിവസങ്ങളിലുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാർത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോസും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.